നമുക്ക് തിരുവനന്തപുരത്ത് ആർ ശ്രീജിത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ശ്രീജിത്ത് കേരളത്തിലെ നേതാക്കളുടെ പ്രതീക്ഷയൊക്കെ പറയുന്നതിനായി തിരുവനന്തപുരത്ത് തയ്യാറായിരിപ്പുണ്ട്. ശ്രീജിത്ത് കേൾക്കാമെന്ന് തോന്നുന്നു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് ഈ കേരളം കാത്തിരിക്കുന്നത്? കേരളത്തിലെ ഇരു മുന്നണികളും എക്സിറ്റ് പോൾ ഫലങ്ങളെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിന് കാരണം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിൽ. മാത്രമല്ല, തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ BJP കൂടി ശക്തമായ സാന്നിധ്യമായി കടന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇത്തവണ ആര് ഭരിക്കും എന്നത് ആകാംക്ഷയേറിയ ഒരു ചർച്ചാ വിഷയമാണ്. LDF കേവല ഭൂരിപക്ഷത്തിലേക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്കും പൂർണ്ണ ആത്മവിശ്വാസമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും മറ്റുമുണ്ടെങ്കിലും UDF-നും തങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സ്ഥിതിയില്ല. അവരുടെ ഉള്ളിലും അങ്കലാപ്പുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുന്ന ചില പ്രതികരണങ്ങളൊക്കെ നമുക്ക് പല നേതാക്കളോട് സംസാരിക്കുമ്പോഴും അറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരു ദിശാസൂചികയായി തങ്ങളുടെ മുന്നിലേക്ക് വരുമോ എന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ മുന്നണിയും ഒപ്പം തന്നെ UDF-ഉം ഉള്ളത്. BJP ആകട്ടെ തിരുവനന്തപുരം ജില്ലയിലെ നേമം, കഴക്കൂട്ടം, ഒപ്പം തന്നെ കൊല്ലത്തെ ചാത്തന്നൂർ, പാലക്കാട് ജില്ലയിലെ പാലക്കാട്, കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ ജയിക്കുമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിൽ ആർക്ക് അനുകൂലമായിട്ടാണ് ജനങ്ങൾ ചിന്തിച്ചതെന്നറിയാൻ അവർക്കും ആകാംക്ഷയുണ്ട്. അങ്ങനെ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ 3 പ്രധാന മുന്നണികളും. എന്നാൽ നിലവിലുള്ള പോളിംഗ് ശതമാനവും മറ്റും വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു തരംഗം ഉണ്ടായിട്ടുണ്ടോ, ആ തരംഗത്തിൻ്റെ സൂചന ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പ്രകടമാകുമോ തുടങ്ങിയ കാര്യങ്ങളും അറിയാനുണ്ട്. 72 കേരളത്തിലെ മാജിക്കൽ സംഖ്യ, അതായത് കേവല ഭൂരിപക്ഷം നേടാനുള്ള മാജിക്കൽ സംഖ്യ എന്ന് പറയുന്നത് 72. 72 കടന്നുള്ള ഒരു വിജയത്തിലേക്ക് ആര് വരും എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്റലിജൻസ് റിപ്പോർട്ടും മറ്റും 65 സീറ്റുകളിൽ LDF ജയിക്കും, ബാക്കി 18 സീറ്റുകൾ ക്ലോസ് ഫൈറ്റ് എന്ന നിലയ്ക്കാണ്. അതായത് ഈ ക്ലോസ് ഫൈറ്റ് നടക്കുന്ന 18 മണ്ഡലങ്ങളിലെ പകുതി എടുത്താൽ 9, അങ്ങനെ കൂട്ടിയാണ് അവർ 74 എന്ന ഫിഗറിലേക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടും മറ്റും വന്നിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറം കടക്കുന്ന ഒരു ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കും. 85 മുതൽ 90 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കണക്ക്. അദ്ദേഹം ബാക്കിയുള്ള 15 മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം, ബേപ്പൂരടക്കം കടുത്ത മത്സരമുണ്ടെന്നും അദ്ദേഹം കണക്കൂട്ടുന്നുണ്ട്. LDF ആകട്ടെ 74-76 സീറ്റിലേക്ക് തങ്ങൾ എത്തും. അതിനെ വിപരീതമായി മറ്റൊരു തരംഗമുണ്ടെങ്കിൽ അതിനേക്കാളേറെ സീറ്റുകൾ ലഭിക്കുമെന്ന ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. BJP ആകട്ടെ 5 മണ്ഡലങ്ങളിലെങ്കിലും തങ്ങൾക്ക് ഇത്തവണ ജയിക്കാനാകുമെന്ന ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.